സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇന്ന് ദോഹയിലെത്തും. ഈജിപ്തും ഖത്തറും മീഡിയേറ്റ് ചെയ്യുന്ന ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പീസ് ടോക്ക് തുടരുകയാണ്. സെക്കൻഡ് ഫേസ് എന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് ഹമാസ് ഏകദേശം ഉപേക്ഷിച്ചിട്ടുണ്ട്. പീസ് ടോക്ക് എന്ന് മാത്രമേ അവരിപ്പോൾ പറയുന്നുള്ളൂ. അതിനിടയിൽ ഇസ്രായേൽ ഗാസയിൽ ഇന്നലെ ബോംബ് വർഷിച്ചിട്ടുണ്ട്. 8 ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇസ്രായേൽ സേനയുടെ നേരെ പാഞ്ഞെടുത്തവർ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസ്, മൈനിങ് പോലത്തെ പരിപാടികൾ നടത്താൻ ശ്രമിച്ചവർ, അങ്ങനെയുള്ളവരെയാണ് ഇസ്രായേൽ സേന ബോംബ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഇത്തരം ബോംബിങ്ങിൻ്റെ ഉദ്ദേശം ഹമാസിനെ പ്രഷറൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നെഗോസിയേഷൻ ടേബിളിൽ അവർക്ക് ഒരു പ്രഷർ കൊടുക്കാൻ വേണ്ടിയാണ് നിശ്ചയമായിട്ടും ഈ ബോംബിംഗ് ഓപ്പറേഷൻസൊക്കെ അവിടെ നടക്കുന്നത്. അതിനിടയിലൂടെ ഇസ്രായേൽ ആ റീജിയനിലേക്ക്, ഗാസ റീജിയനിലേക്കുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പം ജീവിതം കൂടുതൽ ദുസ്സഹമായി തീരുന്നു. വാട്ടർ സപ്ലൈ ഉടനെ തന്നെ കട്ട് ചെയ്യും എന്ന് അവർ പറയുന്നുണ്ട്. അവിടേക്ക് ഒരു തരത്തിലുള്ള സംഗതികളും ഗാസ റീജിയനിലേക്ക് കടന്നു വരാൻ അനുവദിക്കുന്നില്ല. ഈജിപ്തിൽ നിന്നുള്ള ഫിലാഡൽഫി കോറിഡോർ സീൽ ചെയ്തിരിക്കുകയാണ്, പൂർണ്ണമായിട്ട് അടച്ചിരിക്കുകയാണ്. അതിലെ ഒരു സാധനവും കടത്തിക്കൊണ്ട് ഗാസ റീജിയനിലേക്ക് വരാൻ സാധിക്കുകയില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഒരു ഡ്രാസ്റ്റിക് സിറ്റുവേഷനാണ് ഗാസയിൽ നിലനിൽക്കുന്നത്. അതിനിടയിലൂടെ ഇന്റർനാഷണൽ ഏജൻസികൾ വാർത്താ ഏജൻസികൾ ഗാസയിൽ നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ മനസ്സിലാവുന്നത് ഗാസ റീജിയനിലുള്ള ബഹുഭൂരിഭാഗം ആളുകളും ഒരു അവസരം കിട്ടിയാൽ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് അവിടെ നിന്ന് ആളുകൾക്ക് സേഫായി പുറത്തേക്ക് പോകാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു ഭാഗം അവർക്ക് ഇയർമാർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഗാസയിൽ നിന്ന് ഏകദേശം 10,000-ഓളം ആളുകൾ ഓരോ ദിവസവും ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ് എന്നുള്ളതാണ് അവരുടെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്. അതിനായി ഒരു ഇമിഗ്രേഷൻ ഏജൻസി ഒരു മിനിസ്ട്രിയുടെ കീഴിൽ ഇസ്രായേൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റെഡിയായി കഴിഞ്ഞു. അമേരിക്ക, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, അമേരിക്ക ഈ ഗാസയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകളെ സ്വീകരിക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അത് ആഫ്രിക്കയിലുള്ള അറബ് രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവരെ സ്വീകരിക്കാനുള്ള വില്ലിങ്നെസ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈജിപ്തും ലബനോണും ഒക്കെ വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ പോലും ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അവരെ വേണ്ടെന്ന് പറയണം, കാരണം അവരെ ദീർഘകാലമായിട്ട് ഈജിപ്തും ജോർദാനും ഞങ്ങളുടെ സഹായം കൊണ്ടാണ് ജീവിക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ സഹായത്തിനുള്ള ഒരു റിപ്ലൈ അല്ല ഈ രാജ്യങ്ങളിൽ നിന്നുണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഫോഴ്സ്ഫുള്ളായിട്ട് അവരുടെ മേലെ ഇവരെ അടിച്ചേൽപ്പിക്കുകയില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള പല ആഫ്രിക്കൻ അറബ് രാജ്യങ്ങളും ഈ ആളുകളെ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം അവരുടെ രാജ്യത്തൊന്നും അത്ര വലിയ പോപ്പുലേഷനിൽ ഇഷ്ടംപോലെ ലാൻഡുണ്ട്. പ്ലസ് ഇതിൻ്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന സഹായങ്ങളാണ് അവരെ ഈ കാര്യത്തിന് പ്രലോഭിപ്പിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിശ്ചയമായിട്ടും ഇതിനകത്തുനിന്ന് വലിയൊരു ശതമാനം ആളുകൾ ഹാഫ് ആൻ ഇയർ, ഒരു വർഷത്തിൻ്റെ 6 മാസം കൊണ്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകും എന്നാണ് പല ഇന്റർനാഷണൽ ഏജൻസികളും പറയുന്നത്. അങ്ങനെ വന്നാൽ ഇതിൻ്റെ ചിത്രം മാറും. അപ്പോൾ ഇവരെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ഹമാസിനെ സംബന്ധിച്ച് ഒരു തരത്തിലും വെൽക്കമബിൾ ആയിട്ടുള്ളൊരു സംഗതിയല്ല. അപ്പോൾ അവർ അത് തടയാനുള്ള എല്ലാ ശ്രമവും നടത്തും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത് ഉറപ്പാക്കാനാണ് ഒരുപക്ഷെ ഇസ്രായേൽ മിലിറ്ററി പതുക്കെ അതിനകത്തേക്ക് ഫോഴ്സ് ചെയ്ത് കിടക്കുന്നതെന്ന് വേണമെങ്കിലും വിചാരിക്കാം. അപ്പോൾ ഈ പീസ് ടോക്ക് നടക്കുന്നതിനിടയിലൂടെ തന്നെ ഒരു എസ്കലേഷൻ, ഒരു വാർ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ഇസ്രായേൽ മിലിറ്ററി അവിടെ ഡിപ്ലോയ് ചെയ്ത് ഹമാസിന് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന ആളുകളെ തടയാൻ ഉള്ള ഒരു സാഹചര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഗദയോൻ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഇത് ഹമാസ് ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല, കാരണം അവർ ഇനിയിപ്പം ഇവരുടെ കയ്യിൽ നിന്ന് ഭരണം മാറിയാൽ പോലും അത് പാലസ്തീൻ അതോറിറ്റിക്ക് ഭരണം കൈമാറുക എന്നൊരു പ്രപ്പോസൽ ഈജിപ്ത് മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ വരും. പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന അവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഭരണം കൈമാറിയാൽ പോലും ഹെസ്ബുള്ളയുടെ ടാക്ടിക്സുമായിട്ട് ഹമാസ് പുനരുദ്ധരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിസ്ബുള്ളയുടെ ടാക്ടിക്സ് നമുക്കറിയാം, ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് ഹിസ്ബുള്ളയുടെ സ്റ്റൈല്. അവരൊരിക്കലും നേരിട്ട് ഭരണത്തിൽ വന്നിരിക്കില്ല. അത് സിറിയയിലാണെങ്കിലും ലെബനോണിലാണെങ്കിലും അവർ ചെയ്തിരുന്നത് അതാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഭരണം കൊണ്ടുപോകും, പക്ഷെ അവർ ഭരണത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ആയുധബലം ഉപയോഗിച്ച്, ബ്ലാക്ക് മെയിലിംഗ് ഉപയോഗിച്ച് അവർക്ക് വേണ്ട രീതിയിൽ രാജ്യത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഹെസ്ബുള്ളയുടെ ടാക്ടിക്സിലേക്ക് ഇവർ മാറും എന്നാണ് ഗദയോൻ സാർ പറയുന്നത്. അതുകൊണ്ട് അവരെ ഇവിടെ വെച്ചുകൊണ്ട്
ഒരു തരത്തിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. യുദ്ധം അവസാനിക്കണോ, അവസാനത്തെ ഹമാസ് കാരണം തീരണോ? അവസാനത്തെ ഹമാസ് കാരണം തീരണോ, പലസ്തീനിലെ ആളുകൾ ഇല്ലാതാവണം. കാരണം ആളുകളുണ്ടെങ്കിൽ ആ ആളുകളുടെ പിന്നിൽ ഒളിച്ച് ഇവരവിടെ ജീവിക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പം അത് ഒരു ഭാഗത്തുകൂടി ഇത്തരം പ്രോസസ്സുകൾ നടക്കുന്നു, മറുഭാഗത്തൂടെ പീസ് ടോക്ക് നടക്കുന്നു. ബന്ധികളെ എങ്ങനെയെങ്കിലും മോചിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നിശ്ചയമായും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം എന്നുള്ളതും മനസ്സിലാകുന്നു. അതിനിടയിലൂടെ ലെബനോണിൻ്റെ അതിർത്തിയിൽ നിന്നും പട്ടാളക്കാരെ പിൻവലിക്കുകയില്ല എന്ന് ഇസ്രായേൽ, അതിർത്തിയിലല്ല ലെബനോണിൻ്റെ ഉള്ളിലാണ് ഇസ്രായേൽ പട്ടാളം ഉള്ളത്. ലത്താനിയ റിവറിൻ്റെ തെക്ക് ഭാഗത്തേക്കുള്ള പ്രദേശം മുഴുവൻ ഇസ്രായേലിൻ്റെ കയ്യിലാണ്. ലത്താനിയ റിവർ എന്ന് പറയുന്നത് ലെബനോണിൻ്റെ ഏകദേശം ഒരു 20% ലാൻഡ് ലത്താനിയ റിവറിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. ആ ലാൻഡ് മുഴുവൻ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൺട്രോളിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പട്ടാളത്തെ പിൻവലിക്കുകയില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇസ്രായേൽ ലെബനീസ് അതോറിറ്റികൾ തമ്മിൽ സംസാരിച്ച് ഇസ്രായേലിൻ്റെയും ലെബനോണിൻ്റെയും അതിർത്തി ഡിമാർക്കേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സംസാരവും നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിർത്തി ഡിമാർക്കേഷൻ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അതിർത്തി ഡിമാർക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് അതിർത്തി അല്ല, ശരിക്കുള്ള അതിർത്തി എന്താണ് അർത്ഥം. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കൺക്ലൂഷൻസും വരാനുണ്ട്. അതിനിടയിൽ ഇസ്രായേലിൻ്റെ അതിർത്തി തൊട്ടടുത്ത രാജ്യമായ സിറിയയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. സിറിയൻ പ്രസിഡന്റ് ബക്താർ അൽ ആസാദിനെ അട്ടിമറിച്ചുകൊണ്ട് അഹമ്മദ് അൽ ഷാറ എന്നു പേരുള്ള ഒരാൾ, അദ്ദേഹത്തെ അൽ ജുലാനി എന്നാണ് അറിയപ്പെടുന്നത്, ഒരാൾ ഭരണം പിടിച്ചെടുത്തതായിട്ട് നമുക്കറിയാം. അപ്പം അത് HTS എന്ന് പറയുന്ന ഒരു തീവ്രവാദി ഗ്രൂപ്പാണ്. തീവ്രവാദി ഗ്രൂപ്പ് അൽ ഖ്വയ്ദയുടെ ഒരു ബ്രാഞ്ചാണ്. പക്ഷേ ഭരണം പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പം ഇദ്ദേഹം ഈ അൽ ജുലാനി തൻ്റെ അൽ ഖ്വയ്ദ വേഷം അദ്ദേഹം ഉരുവെച്ചു. അദ്ദേഹം പറഞ്ഞു, ഐ എം നോ മോർ അൽ ഖ്വയ്ദ, ഞാൻ തീവ്രവാദിയല്ല, ഞാനൊരു സമാധാനവാദിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫോഴ്സ് HTS എന്ന് പറയുന്നത് സുന്നി മത തീവ്രവാദികൾ തന്നെയാണ്. അപ്പം ആ ഫോഴ്സ് അത് ഒരു ഒഫീഷ്യൽ ഫോഴ്സ് അല്ല, അത് തീവ്രവാദികൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നൊരു ഫോഴ്സാണ്. അപ്പോൾ ഒരു സിറിയയിലെ ഭരണം പിടിച്ചെടുത്ത ശേഷം സിറിയയിലെ ഒഫീഷ്യൽ മിലിറ്ററിയിൽ നല്ലൊരു ശതമാനം ഇവരുടെ കൂടെ ചേരുകയുണ്ടായി. ബാക്കിയുള്ളവർ ഇറാഖിലേക്ക് രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ യൂണിഫോം അഴിച്ചു കഴിഞ്ഞ് അവിടുത്തെ സിവിൽ സൊസൈറ്റിയിലുണ്ട്. അപ്പം ഇവിടെ ഇപ്പോഴും ഈ ഭരണത്തിൻ്റെ ഹോൾഡ് പൂർണ്ണമായും പിടിച്ചെടുക്കാൻ അൽ ജുലാനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇദ്ദേഹം അവിടെ ഇലക്ഷൻ നടത്തിയിട്ടില്ല. അദ്ദേഹം അവിടെ വന്നു, അദ്ദേഹം പ്രസിഡന്റായി പ്രഖ്യാപിച്ചു, അദ്ദേഹം അപ്പോയിന്റ് ചെയ്തൊരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, മന്ത്രിമാരുണ്ട്, ഇവരൊക്കെ കൂടി ഭരണം നടത്തുന്നുണ്ട്. പക്ഷേ ഒരു ഇലക്റ്റഡ് ഗവൺമെന്റ് അല്ല. അപ്പോൾ ഇതിൽ ജനങ്ങളുടെ മനസ്സറിയില്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു തീവ്രവാദി സമൂഹമുണ്ട്, ഇവിടെ സുന്നികളുണ്ട്. ഇവിടുത്തെ ഒരു കണക്ക് വെച്ച് ഇവിടെ സുന്നി മുസ്ലിംസ് 74% ആണ്. പിന്നെ അലാവൈറ്റ് എന്ന് പറയുന്ന ഒരു ഷിയ കാറ്റഗറി ഉണ്ട്. ആ ഷിയ കാറ്റഗറി 13% ആണ്. ക്രിസ്ത്യൻസ് 10% ഉണ്ട്. ഡ്രൂസ് എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി. ഡ്രൂസ് എന്ന് പറഞ്ഞാൽ അവർ മുഹമ്മദ് നബീനെയും ക്രിസ്തുവിനെയും ഒക്കെ അംഗീകരിക്കുന്ന ആളുകളാണ്. അപ്പം അവർ ഒരു 10% ഉണ്ട്. അപ്പോൾ ഇതിൽ അലാവൈറ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി പെടുന്ന ആളായിരുന്നു ആസാദ്. ഇതിന് മുമ്പിലത്തെ പ്രസിഡന്റ് അലാവൈറ്റ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി പെടുന്ന ആളായിരുന്നു. അവർ 13% മാത്രമേ ഉള്ളൂ. ഈ അലാവൈറ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു ഷിയ സൊസൈറ്റി. ഷിയയുടെ കാര്യം നമുക്കറിയാം. ഷിയ എന്ന് പറയുന്നത് ഈ പിന്നെ സുന്നികളുടെ ഇവർ മുഹമ്മദിന്റെ കാലത്തിന് ശേഷം പിന്നീട് ഖലീഫമാരാണ് ഈ റിലിജ്യനെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഖലീഫമാരിൽ ആദ്യത്തെ ഖലീഫയുടെ പേര് അഹമ്മദ് എന്നാണ്, രണ്ടാമത്തേത് ഉമർ എന്നാണ്, മൂന്നാമത്തേത് ഉത്മാൻ എന്നാണ്, നാലാമത്തെ ഖലീഫ അലി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 3 പേരെയും അംഗീകരിക്കാത്ത ഒരു ഗ്രൂപ്പിന്റെ പേരാണ് ഷിയ. സുന്നികൾ ഈ എല്ലാ ഖലീഫമാരെയും അംഗീകരിക്കുന്നു. മുഹമ്മദിന് ശേഷം വന്ന ആദ്യത്തെ ഖലീഫയായ അഹമ്മദിനെയും രണ്ടാമത്തെ ഖലീഫയായ ഉമറിനെയും മൂന്നാമത്തെ ഖലീഫയായ ഉത്മാനെയും സുന്നികൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഷിയാക്കൾ ഈ 3 പേരെയും അംഗീകരിക്കുന്നില്ല. നാലാമത്തെ ഖലീഫയായിട്ടുള്ള അലിയാണ് മുഹമ്മദ് നബിയുടെ യഥാർത്ഥ പിന്തുടർച്ചക്കാരൻ എന്നാണ് ഷിയാക്കൾ പറയുന്നത്. ഇതാണ് ഇവർ തമ്മിലുള്ള വഴക്ക്. അപ്പോൾ ഈ ആദ്യത്തെ ഖലീഫമാർ പറഞ്ഞിട്ടുള്ള അവരെ ബേസ് ചെയ്ത് ഒരുപാട് ടെക്സ്റ്റുകളുണ്ട്. ഇവരുടെ ഹദീസുകളിൽ അവർ പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ടെക്സ്റ്റുകളുണ്ട്. ആ ടെക്സ്റ്റുകളൊന്നും ഇവർ അംഗീകരിക്കില്ല. ഇവർ അലിയിൽ നിന്ന് വരുന്ന ഹദീസുകളും അതിനോടനുബന്ധിച്ച ടെക്സ്റ്റുകളും മാത്രമേ അംഗീകരിക്കുള്ളൂ. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലീജിയസ് ഡിഫറൻസസ് ആണ്, ശത്രുക്കളാണ്. അപ്പം ഈ മുഹമ്മദ് നബിയുടെ പിന്തുടർച്ചക്കാര് എന്നതിനെ സംബന്ധിച്ചാണ് ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള വഴക്ക്. അപ്പോൾ ആ ഷിയാക്കളുടെ കൂട്ടത്തിലെ ഒരു ഉപഗ്രൂപ്പാണ് അലാവൈറ്റ്സ് എന്ന് പറയുന്നത്. അലാവൈറ്റ്സ് എന്നുള്ള പേര് തന്നെ അലിയുടെ പിന്തുടർച്ചക്കാര് എന്നുള്ളതിനാണ് അലിയുടെ പിന്തുടർച്ചക്കാര് എന്ന അർത്ഥത്തിലാണ് ഈ അലാവൈറ്റ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഈ ഇപ്പം എക്സ്പെൽ ചെയ്യപ്പെട്ട പ്രസിഡന്റ് ഈ ഗ്രൂപ്പിൽപ്പെടുന്ന ആളായിരുന്നു. ഒരുപാട് ആട്രോസിറ്റീസ് അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷം ആളുകളാണ് അയാളുടെ ഭരണ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സുന്നികൾ ഭരണം പിടിക്കുമ്പോൾ ഒരു റിവെഞ്ച് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്.
അപ്പോൾ ആ റിവെഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചത്. അത് തുടങ്ങിയത് ഇങ്ങനെയാണ്. ഇവരുടെ പോർട്ട് സിറ്റികളുണ്ട്, അതായത് പിന്നെ മെഡിറ്ററേനിയൻ വരെ നീണ്ടു കിടക്കുന്നുണ്ട് സിറിയ. മെഡിറ്ററേനിയനിലേക്ക് എത്തുമ്പോൾ രാജ്യം കുറച്ച് മെലിയും, അതിന്റെ വീതി കുറയും. അപ്പോൾ അവിടെയുള്ള ആ പിന്നെ മെഡിറ്ററേനിയന്റെ ഭാഗത്തുള്ള റീജിയൻ, അവിടെ 2 പ്രോവിൻസുകളാണ്, ലതാക്കിയ ആൻഡ് താർത്തൂസ് എന്ന് പറയുന്ന 2 പ്രോവിൻസുകളാണ്. നമ്മൾ സുവിശേഷത്തിലൊക്കെ കാണുന്ന താർത്തൂസിലേക്ക് പൗലോസ്ലിഹ പോയി എന്നൊക്കെ നമ്മൾ കാണുന്നത് ആ റീജിയനാണിത്. അപ്പോൾ ഈ ലതാക്കിയ താർത്തൂസ് എന്ന് പറയുന്ന റീജിയനുകളിൽ അവിടെയാണ് ലാവൈറ്റ്സിന്റെ കേന്ദ്രം. അവരുള്ളത് അവിടെയാണ്. ഈ 30% പോപ്പുലേഷൻ അവിടെയാണുള്ളത്. ആ കേന്ദ്രത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഈ അലാവൈറ്റുകൾ ആക്രമിച്ചു. ഈ അലാവൈറ്റുകളുടെ കൂട്ടത്തിൽ സുന്നികളുടെ അന്ന് അസാദിന്റെ പട്ടാളക്കാരുണ്ട്. അവർ അവിടെ നിന്ന് ചാടിപ്പോകുന്നവരുണ്ട്, പട്ടാളം ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്, ആയുധങ്ങളൊക്കെ ഉണ്ട് അവരുടെ. അപ്പോൾ അവര് ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. അതിനെതിരെ അൽ ജുലാനിയുടെ പട്ടാളം, ഇപ്പോഴത്തെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ അഥവാ അൽ ജുലാനി, അദ്ദേഹത്തിന്റെ പട്ടാളം ആക്ഷൻ എടുത്തു കഴിഞ്ഞപ്പം സുന്നികൾ നാട്ടുകാരോട് കൂടി ചേർന്നു ആ കൂട്ടത്തിൽ. കാരണം അവരുടെ പൊതു സ്വഭാവമാണ് എപ്പോഴും ഈ പിന്നെ സിവിൽ വാർ ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക എന്നുള്ള അവരുടെ രീതിയാണ്. നമ്മുടെ ഈ നാട്ടിൽ ആലപ്പുഴയിൽ നടന്ന പോലെ അവലും മല്ലും സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രകടനത്തെ പോലെ ഒരു വലിയ പ്രകടനമൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. ഒരു 10 വയസ്സുള്ള ഒരു കൊച്ചിനെ ഇങ്ങനെ കഴുത്തലെടുത്ത് വെച്ചുകൊണ്ട് അവനിങ്ങനെ എല്ലാവരുടെയും തലയേരിയും അലാവൈറ്റുകളെ കൊന്നൊടുക്കും എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു പ്രകടനമൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ ഏകദേശം 5 ദിവസം അവിടെ കലാപം നടന്നു. അപ്പോൾ പട്ടാളക്കാരും ഈ സുന്നി സാധാരണക്കാരും കൂടി ചേർന്ന് അലാവൈറ്റുകളെ ആക്രമിച്ചു. പല ആളുകൾക്കും കുടുംബത്തോടെ കൊല്ലപ്പെടേണ്ട സാഹചര്യം വന്നു. അപ്പോൾ UN കണക്കനുസരിച്ച് 1113 ആളുകളാണ് വധിക്കപ്പെട്ടത്. അതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവര് ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അലാവൈറ്റുകൾക്കെതിരെ മാത്രമല്ല, സുന്നികളെ സംബന്ധിച്ച് ബാക്കിയുള്ളതെല്ലാം കാഫറിങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികളും കൊല്ലപ്പെട്ടില്ലെങ്കിൽ പോലും ക്രിസ്ത്യാനികളും ഒക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഡ്രൂസുകളെ അധികം ആക്രമിക്കാൻ നിന്നിട്ടില്ല. കാരണം ഡ്രൂസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് അവർ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഇപ്പൊ ഇസ്രായേൽ പിന്നെ ഈ സിറിയയുടെ കുറച്ച് പ്രദേശം പിടിച്ചെടുത്തതായി നമുക്കറിയാം. സിറിയയുടെ കുറച്ച് ഭൂമി അവരുടെ ഉണ്ട്. ആ ഭൂമിയിൽ ആ പ്രദേശത്ത് അധിവസിക്കുന്ന ഡ്രൂസുകളാണ്. അപ്പോൾ ഈ ഡ്രൂസ് എന്ന് പറയുന്നത് ഇസ്രായേലിലും ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരെ കഴിയുന്നതും തൊടാതിരിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട് ഈ ഡ്രൂസുകളെ. ക്രിസ്ത്യൻസിനെ കാര്യമായി ആക്രമിച്ചിട്ടില്ല, പക്ഷേ ക്രിസ്ത്യൻസ് ആക്രമിക്കപ്പെട്ടേക്കുമെന്ന വലിയ ഭീതി ക്രിസ്ത്യാനികൾക്കുണ്ട്. കാരണം മുൻ അനുഭവം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇറാഖിലേക്കോ അല്ലെങ്കിൽ ലെബനോണിലേക്കോ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഇന്റർനാഷണൽ ഏജൻസിയോട് പറയുന്ന വീഡിയോസൊക്കെ ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അപ്പൊ ഈ അൽ ജുലാനിക്ക് ഈ പറയുന്ന അൽ ഖ്വയ്ദയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഒന്നാമതെ അദ്ദേഹത്തിന്റെ ചരിത്രം ആർക്കും അറിയത്തില്ല. ഇദ്ദേഹം ISIS ഉണ്ടായിരുന്നു. ഇദ്ദേഹം സൗദിയിലാണ് ജനിച്ചു വളർന്നത് പറയുന്നുണ്ട് എന്നല്ലാതെ ഇദ്ദേഹത്തിന്റെ പാരന്റ്സിനെ കുറിച്ചോ ഇദ്ദേഹത്തിന്റെ വേരുകളെ കുറിച്ചോ ആർക്കും കൃത്യമായ ഒരു ധാരണയില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് ആർക്കും അറിയില്ല. ഇദ്ദേഹം പറയുന്നത് ഈ അൽ ഖ്വയ്ദ റിലേഷൻ അയാൾ അവസാനിപ്പിച്ചു എന്നാണ്. അപ്പൊ ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഗതി പുറത്തു വന്നപ്പം ഇന്റർനാഷണൽ മീഡിയയിൽ മുഴുവൻ ഉയർന്നു വന്ന സംശയം, ഇയാൾ പഴയ സ്വഭാവം പുറത്തെടുക്കുകയാണോ, ഇയാൾ വീണ്ടും വർഗീയ കലാപം, ഇയാളുടെ സ്വഭാവത്തിലുള്ള വർഗീയ കലാപം ആരംഭിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ സിറിയയിലുള്ള അലാവൈറ്റുകൾ 13% നിശ്ചയമായും ബിസ്മിയിൽ അറക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരെയും ഒരു സ്വർഗത്തിലേക്ക് അയക്കും. അപ്പോൾ അത് സംഭവിക്കുമോ എന്നുള്ളൊരു ഭയമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അൽ ജുലാനി വളരെ കർക്കശമായ ഭാഷയിലാണ് ഇത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മിലിറ്ററി നടപടി അദ്ദേഹം നിർത്തിവെക്കാൻ തീരുമാനിക്കുകയും ഇന്നലത്തോടെ മിലിറ്ററി നടപടി പൂർണ്ണമായിട്ട് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സിവിൽ വാറിന്റെ രീതിയിലേക്ക് അത് വളർന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് അൽ ജുലാനിയുടെ ഭാഗത്തുണ്ടായിട്ട നടപടി എന്ന് പറയുന്നത്, അവിടെ കുർദുകൾ ഈ ഒഫീഷ്യൽ ഗവൺമെന്റിനോട് ഫൈറ്റിങ്ങിലാണ്. കുർദുകൾ എന്ന് പറയുന്നത് ഈ സിറിയയുടെ കിഴക്ക് ഭാഗത്താണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടുള്ള റീജിയനിലാണ്. അവർ വലിയൊരു റീജിയൻ അവരുടെ കയ്യിലാണ്, അവരുടെ കീഴിലാണ് ആ റീജിയൻ. അവരാണത് കൺട്രോൾ ചെയ്യുന്നത്. അമേരിക്കൻ ബാക്ക്ഡ് ഫോഴ്സ് ആണത്. അവിടെ അമേരിക്കൻ പട്ടാളം ഒഫീഷ്യലായിട്ട് അവിടെ പ്രസന്റാണ്. അമേരിക്കക്കാർ പട്ടാളക്കാരവിടെ. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ കുർദ് ഫോഴ്സുകൾ സിറിയയുടെ ഒഫീഷ്യൽ ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം അത് വലിയൊരു ചരിത്രമാണ്. കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു കുർദുകൾ എന്ന് പറയുന്നത് സുന്നി മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷെ അവരൊരു എത്നിക് ഗ്രൂപ്പാണ്. ആ എത്നിക് ഗ്രൂപ്പ് വലിയൊരു എത്നിക് ഗ്രൂപ്പാണ്. 2-3-4 രാജ്യങ്ങളിൽ ഇവർ പരന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പർവ്വത പ്രദേശങ്ങളാണ് പുതിയവർ താമസിക്കുന്നത്. ഇറാനിലേക്ക് ഈ പ്രദേശം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, സിറിയയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, സിറിയ കഴിഞ്ഞ് പിന്നെ ടർക്കിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ഇറാഖിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈവൻ യമൻ വരെ കിടക്കുന്നുണ്ട്. അപ്പം യമൻ മുതൽ ഇറാഖ് കവർ ചെയ്ത് ഇറാനിലും സിറിയയിലും കൂടെ ടർക്കി വരെ എത്തുന്ന വലിയൊരു റീജിയനിൽ പരന്നു കിടക്കുന്ന ഒരു എത്നിക് ഗ്രൂപ്പാണ് ഈ കുർദുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീജിയൻ മൊത്തം ചേർത്ത് കഴിഞ്ഞ ഒരു രാജ്യമായിട്ട് കിട്ടും. എല്ലാം ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങൾ ചേർത്ത് കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണം എന്നുള്ളതാണ് ഇവരുടെ ഡിമാൻഡ്. അപ്പോൾ ഇവരുടെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന ടർക്കിയാണ്. അപ്പോൾ ടർക്കിയുടെ ഒരു പിൻബലത്തോടെയാണ് ഈ അൽ ജുലാനി കയറി വന്ന് സിറിയ പിടിച്ചിട്ടുള്ളത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനും പിന്നെ ടർക്കിയും തമ്മിൽ ഇതിന്റെ പേരിൽ പ്രശ്നമുണ്ട്. കാരണം സിറിയയിലെ ഗവൺമെന്റ് ആസാദ് ഇറാന്റെ പ്രിയപ്പെട്ട ആളായിരുന്നു. അപ്പം ഇറാനെ അവിടുന്ന് എക്സ്പെൽ ചെയ്തതോടെ ടർക്കിയും ഇറാനും തമ്മിൽ തെറ്റി. അപ്പോൾ ഈ പറയുന്ന അലാവൈറ്റുകളെ ഇപ്പം പിരികേറ്റി വിട്ടത് ഇറാനാണോ എന്ന് ടർക്കിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ടർക്കി കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പറഞ്ഞിരുന്നു, ഇറാൻ ഇമാതിരി പണിയെടുക്കുകയാണെങ്കിൽ ഈ തിരിച്ച ഇറാനിൽ ഇത് കൂടി പണിയെടുക്കാൻ ഞങ്ങൾക്ക് അറിയാം എന്ന് ടർക്കി ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരുന്നു. അതിന്റെ പേരിൽ ടർക്കിയിലുള്ള ഡിപ്ലോമാറ്റിനെ ഇറാൻ തിരിച്ചു വിളിച്ചിരുന്നു. ഇത് മാർച്ച് ആദ്യം സംഭവിച്ച കാര്യമാണ്. അതിനുശേഷമാണ് ഇവിടെ ഇപ്പോൾ ഈ കലാപം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇറാൻ ആയിരിക്കാം ഒരുപക്ഷെ ഇതിന്റെ പിന്നിൽ എന്നുള്ളത് ഊഹിക്കാവുന്നതാണ്. അപ്പം അത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ അൽജുലാനി ഈ കുർദുകളുമായിട്ട് ഇപ്പോൾ ഒരു സമാധാന കരാർ ഒപ്പിട്ടു. അപ്പോൾ അവിടെ ആ കുർദുകളും ഗവൺമെന്റ് ഫോഴ്സും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല, കുർദുകളുടെ റൈറ്റ് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം കരാറിൽ വ്യക്തമാക്കി. എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായി അൽജുലാനി പീസിലെത്തി എന്ന് വേണം വിചാരിക്കാൻ. അതായത് അൽജുലാനി പ്രഖ്യാപിച്ചു താൻ അൽഖ്വയ്ദയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു, ഇസ്ലാമിക തീവ്രവാദം ഉപേക്ഷിച്ചു എന്നുള്ളത് തെളിയിക്കാൻ പോകുന്ന ഒരു കാര്യമാണിത്. അദ്ദേഹം ആദ്യം തന്നെ സൗദി അറേബ്യയിൽ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ അൽഖ്വയ്ദ ബന്ധം ഉപേക്ഷിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തിരുന്നു. അപ്പോൾ ഈ കലാപം അവസാനിപ്പിക്കുകയും കൂടാതെ കുർദുകളുമായി സമാധാനത്തിലെത്തുകയും ചെയ്തതിൽ നിന്നും ഇദ്ദേഹം ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നല്ലത്. കാരണം അവിടെ ഇനി ഫർദർ ആയിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പോൾ വെസ്റ്റേൺ ഫോഴ്സുകളോട് ചേർന്ന് നിൽക്കാനാണ് ഇദ്ദേഹം താല്പര്യപ്പെടുന്നത് എന്ന് വേണം വിചാരിക്കാൻ. ഇറാനോടോ റഷ്യയോടോ അല്ല അദ്ദേഹത്തിൻ്റെ അഫിലിയേഷൻ വെസ്റ്റേൺ ഫോഴ്സുകൾ, അമേരിക്ക അടക്കമുള്ള വെസ്റ്റേൺ ഫോഴ്സുകളോടാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കൂടാതെ ഇസ്രയേലിനോട് അദ്ദേഹം സിറിയയിൽ കടന്ന രീതിയിൽ നിന്നും മടങ്ങിപ്പോകണം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണവും ഇസ്രായേലിനോടും അദ്ദേഹം സമാധാനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഇസ്രായേലിൽ അവരുടേതായ വിഷയങ്ങൾ നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. സിറിയയിലെ പ്രശ്നം ഏകദേശം ഒതുങ്ങി വരുന്നുണ്ട്. അതിനിടയിലൂടെ ഇറാനിയൻ പ്രസിഡന്റ് പെഷേസ്കിയാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചർച്ചയ്ക്കൊന്നുമില്ല, നിങ്ങൾ ഞങ്ങളെ കൊന്നു, യു ക്യാൻ ഓപ്പൺ ഓൾ ഹെൽ, അതായത് എല്ലാ നരകങ്ങളും തുറന്നോളൂ എന്ന് ട്രംപിനോട് അദ്ദേഹം പറഞ്ഞു. അതൊരു നയതന്ത്ര ഭാഷയാണ്. അതായത് ഖമനേയി എന്ന് പറയുന്ന ഒരാൾ പെഷസ്കിയാൻ്റെ തലയുടെ മുകളിൽ കയറി ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പെഷസ്കിയാൻ പറയാതെ പറയുന്നത്, മിസ്റ്റർ ട്രംപ് ദയവായിട്ട് നിങ്ങൾ റൗഡികളുടെ ഭാഷയിൽ സംസാരിക്കരുത്, അത് ഈ ഖമനേയിയെ അലോസരപ്പെടുത്തുകയേ ഉള്ളൂ. അപ്പോൾ അയാളെ അലോസരപ്പെടുത്തി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സമാധാനത്തിൻ്റെ ഭാഷ സംസാരിക്കൂ, നമുക്ക് പ്രശ്നം സോൾവ് ചെയ്യാം എന്നാണ് പെഷേസ്കിയാൻ പറയുന്നതെന്ന് വേണം വിചാരിക്കാൻ. കാരണം അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്ത് നരകം വേണേലും ഞങ്ങളുടെ തലയിൽ തുറന്നിട്ട് ഞങ്ങൾ ചർച്ചയ്ക്കൊന്നും വരുന്നില്ല, തിരിച്ചാക്രമിക്കുമെന്നല്ല അദ്ദേഹം പറയുന്നത്. അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട പോയിന്റ്. തിരിച്ചാക്രമിക്കുമെന്നോ ചെറുത്ത് നിൽക്കുമെന്നോ അദ്ദേഹം പറയുന്നില്ല, നിങ്ങൾ ഞങ്ങളെ അങ്ങ് ആക്രമിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. വിച്ച് മീൻസ് ദയവായിട്ട് സമാധാനത്തിൻ്റെ പാതയിൽ വരൂ, നമുക്ക് സംസാരിക്കാമെന്നാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്ന മെസ്സേജ് എന്നാണ് നമ്മളതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്.